ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് വ്ലോഗാണ്. അപ്പോൾ ഇത് ഒരു ഓർഡർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ അവരൊരു റെഫറൻസ് പിക്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ അവർക്ക് കേക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്ട്രോബെറി ഫ്ലേവറിൽ സ്പഞ്ച് ചെയ്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹാർട്ട് ഷേപ്പിലായിരുന്നു അവർക്ക് വേണ്ടുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ സ്പഞ്ച് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് വലിയൊരു ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ പിന്നെ എന്താ പറയുന്നത്, ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 1/2 കിലോൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡേ ഉള്ളൂ. അപ്പം ഞാൻ അതിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ കേക്ക്, ഇത് 1.5 കിലോൻ്റെ കേക്കാണ് കേട്ടോ. വലിയ കേക്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുവാണേ. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തു മീൻസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ പുറത്ത് കൂടിയിട്ട് നമ്മൾ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് കുറച്ച് ചോക്ലേറ്റ് അവിടെ എവിടെയൊക്കെ ഇടുന്ന രീതിയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചോക്ലേറ്റ് ഇട്ടാലും ഭയങ്കര മധുരമായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ലെയേഴ്സും എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ലാസ്റ്റ് ലെയറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും ഒന്ന് വെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിന് മുന്നേ തന്നെ വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുവാണേ. ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതിയായിരുന്നു. സത്യത്തിൽ അന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോയും മിനിങ്ങാന്നത്തെ വീഡിയോയും എടുത്ത് അതേ ദിവസം തന്നെയാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ടൈമിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോഴും തന്നെ ക്രം കോട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷം കട്ട് ചെയ്താൽ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പം ഞാൻ അത് ഒരു ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതിങ്ങനെ പിരിന്നു പോകുമ്പോൾ തോന്നി. ഞാൻ വിചാരിച്ചു ആകെ കയ്യിൽ നിന്ന് പോകും എന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. ഞാൻ വളരെ പാടുപെട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ക്രോസിൻ്റെ 2 സൈഡിലും വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തു, മറ്റേ സൈഡ് കട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ചെറുതായിപ്പോയായിരുന്നു. അത് പിന്നെ സാരമില്ല, ക്രീം വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇളക്കിയെടുത്ത് നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിൽ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡും ഇളക്കിയെടുത്തിട്ട് അതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുക്കുവാണേ. അതിന് ശേഷം പിന്നെ സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ട് മാത്രമേ ഇങ്ങനെ ക്രീം തേച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ല. നമ്മുടെ പുറത്ത് കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും സൈഡിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ഹാർട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത ഭാഗത്തും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഹാർട്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മുടെ ആ മുകൾ ഭാഗത്ത് ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ കറക്റ്റ് ഹാർട്ട് ഷേപ്പ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയതിന് ശേഷം അവിടെയും കൂടിയിട്ട് നമ്മളൊന്ന് ക്രീം തേച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ കയ്യിൽ നിന്ന് പോയി, ഇത് ശരിയാവത്തില്ല, പൊടിഞ്ഞു പോവേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. അതിൽ കളറൊന്നുമില്ല കേട്ടോ. പിന്നീടാണ് കളറൊക്കെ ചേർക്കുന്നത്.
അപ്പോൾ അവർ തന്ന പിക്ചറിൽ മുകളിൽ ഫുള്ളും പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ വാങ്ങുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ കുറച്ച് അധികം റേറ്റ് നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലെ ആയില്ലെങ്കിലും ഞാൻ അതുപോലെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ഫ്ലവറൊക്കെ ക്രീമിൽ തന്നെ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതേ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഞാനൊരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുകയുണ്ട്. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു, കുറച്ച് നല്ല ഷേപ്പിന് ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതേ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി നല്ല ഹാർട്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ബോട്ടത്തിലും മുകൾ ഭാഗത്തും ചെറിയൊരു ഷെൽ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു വിട്ട് ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കത്തില്ല, അങ്ങനെ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. മുകളിലും കൊടുക്കുന്നുണ്ട്, താഴെയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇന്നലെ ഞാൻ പുറത്ത് പോകുന്ന വീഡിയോ ഇട്ടിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെ ഇനി അതിൽ നിറച്ച ഫ്ലവേഴ്സ് കേട്ടോ, ഈ ഹാർട്ട് ഷേപ്പിനകത്ത് നിറച്ച് ഫ്ലവേഴ്സ് വയ്ക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലവർ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് ക്യാമറയുടെ മുന്നിലോട്ട് വന്നില്ല. പിന്നെ ഇതേപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ട് വൈറ്റും പിങ്കും കളറ് ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്ത് ആ ഹാർട്ട് ഷേപ്പ് ഫുള്ളാക്കിയിട്ട് റൗണ്ടിനും കേട്ടോ, മധ്യഭാഗത്തില്ല, ചുറ്റിനും നിറയെ ഫ്ലവർ വെച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് എടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഫ്ലവർ ചെയ്യുന്ന ഈ ആണി ഉണ്ടല്ലോ, ഇതിൻ്റെ വലുതുണ്ടായിരുന്നു കേട്ടോ, അത് കാണാനില്ല. ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതിങ്ങനെ തെന്നി പോകുന്നുണ്ടായിരുന്നു. നമുക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബട്ടർ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല, പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഞാൻ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെ വൈറ്റും പിങ്കും ഫ്ലവർ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് പിന്നെ ഒരു വയലറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ചെറിയൊരു ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് ലീഫും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലീഫ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ലീഫ് വരച്ചു കൊടുക്കുന്നതാണേ. അതാകുമ്പോഴത്തേക്കും ചെറിയ ലീഫ് മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്ത് ഇങ്ങനെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്കിൻ്റെ സൈഡിലുണ്ടല്ലോ ചെറിയൊരു ഡിസൈനും കൂടി അവർ തന്ന റെഫറൻസ് പിക്ചറിലുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ ഒരു മെഹന്തി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ മാല പോലെ തൂക്കി ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിൽ അകത്ത് ഹാർട്ട് ഷേപ്പൊക്കെ വരച്ച് താഴെ ഇങ്ങനെ ചെറിയ ഡിസൈനും പൂ പോലെയൊക്കെ വരച്ചെടുത്തിട്ട് ഒന്ന് പേരും കൂടി എഴുതി ഫിനിഷ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം. അപ്പോൾ ഈ കേക്ക് കണ്ടിട്ട് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പേരെഴുതുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വൃത്തിയായിട്ടൊക്കെ എഴുതണം, ചരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തവണ ഞാൻ അത്യാവശ്യം വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.